നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ 29 BJPക്ക് 28 സീറ്റുകളും നേടിയെടുക്കാൻ കഴിഞ്ഞു. ഒരു സമ്പൂർണ്ണ ആധിപത്യമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. അതിൽ ചിന്ദ്വാര ഒഴികെ ബാക്കി എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും BJPയുടെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റം നടത്തി. എന്നാൽ ഒരു സീറ്റിൽ മാത്രം, അതായത് ചിന്ദ്വാര എന്നതിൽ കമൽനാഥിൻ്റെ മകൻ വിജയിച്ചതൊഴിച്ചാൽ കോൺഗ്രസിന് അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. വോട്ട് ഷെയറിൻ്റെ ഗണ്യമായ കുറവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് വളരെ വ്യക്തമായ മാറ്റം വരുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രാധാന്യമാണ്. ഇന്ത്യൻ ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അതിനെതിരെ ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത് എന്നുള്ള ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് കോൺഗ്രസ് പോകുമ്പോൾ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എത്രത്തോളം പിന്നോട്ടടിച്ചു എന്നുള്ളത് അവർക്കെല്ലാവർക്കും അറിയാം. നിരവധിയായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ വ്യക്തമാക്കി വലിയ കോൺഫിഡൻസോടുകൂടിയായിരുന്നു അവിടെ കമൽനാഥ് നീങ്ങിയതെങ്കിൽ പോലും 66 സീറ്റുകൾ, അതായത് 230-ൽ 66 സീറ്റുകളിലേക്ക് കമൽനാഥിന് ഒതുങ്ങേണ്ടി വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഏറെ ദുഃഖിപ്പിക്കുന്നൊരു കാര്യമായിരുന്നു. മാത്രമല്ല, ദിഗ്വിജയ് സിംഗിൻ്റെ മകൻ ജയവർദ്ധൻ സിംഗിന് വലിയ ആധിപത്യമൊന്നും നൽകാതെ അദ്ദേഹത്തിനെ മൂലക്കിരുത്തിക്കൊണ്ട്, അതുപോലെ സുനിൽ കലഗോലു എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനെ അദ്ദേഹത്തിനെ പങ്കെടുപ്പിക്കാതെ, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ കാര്യമായ റോൾ കൊടുക്കാതെ എല്ലാം തന്നിഷ്ടപ്രകാരം നടത്തിയ വ്യക്തിയാണ് കമൽനാഥ് എന്നുള്ള പഴി AICC നേതൃത്വത്തിൽ നിന്നും കേൾക്കേണ്ടി വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം കമൽനാഥിന് തിരിച്ച് അതിനുള്ള മറുപടി കൊടുക്കേണ്ട സമയം കൂടിയാണ്. പ്രത്യേകിച്ചും ഒരു ഘട്ടത്തിൽ കമൽനാഥ് BJPയിലേക്ക് പോകുന്നു എന്നുവരെ വാർത്തകൾ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. ആ സാഹചര്യത്തിലൊക്കെ കമൽനാഥ് നരേന്ദ്രമോദിക്കെതിരെ തന്നെയാണ് നിൽക്കുന്നത്. താൻ തൻ്റെ ആയുഷ്കാലം മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി തന്നെയാണ് ചിലവഴിച്ചിട്ടുള്ളത്, അതിനകത്തൊരു മാറ്റവുമില്ല എന്ന് മാധ്യമങ്ങളോട് പറയേണ്ടി വരുന്നൊരു സാഹചര്യം രണ്ടാം ഭാരത് ജോഡോ ന്യായ് യാത്ര മധ്യപ്രദേശിലൂടെ കടന്നുപോയപ്പോൾ കമൽനാഥും മകനും ഒരുപോലെ തന്നെ തോളോട് തോൾ ചേർന്ന് നിന്ന് രാഹുൽ ഗാന്ധിയുമായി ചേർന്നുകൊണ്ട് നടന്നത്, ഇതെല്ലാം എടുത്തു പറയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എന്നാൽ പോലും കമൽനാഥിൻ്റെ ചില ശാഠ്യം അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസിനകത്ത് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിലേക്ക് പോകാനുള്ള പ്രധാനമായ കാരണം കമൽനാഥിൻ്റെ മുറുകുറുപ്പായിരുന്നു. കമൽനാഥ് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കാര്യമായ സ്ഥാനം കൊടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനുയായികളെ വിഷമിപ്പിക്കുന്ന രീതിയിലേക്ക് നടപടിയെടുക്കാനും തുടങ്ങി. അതാണ് ജ്യോതിരാദിത്യ സിന്ധ്യയെ പ്രകോപിപ്പിച്ചതും ഒടുവിൽ അദ്ദേഹം രാജ്യസഭാ സീറ്റ് വഴി കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിയായതും ഒക്കെ. എന്നാൽ ജ്യോതിരാദിത്യ സിന്ധ്യയെ തിരികെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനൊരു ശ്രമം സച്ചിൻ പൈലറ്റും അതുപോലെ നിരവധി നേതാക്കളും നടത്തിയതാണ്. പക്ഷേ അതൊന്നും വിജയിച്ചില്ല എന്നുള്ളത് മാത്രമാണ് എടുത്തു പറയേണ്ട കാര്യം. ഏതായാലും സിന്ധ്യയുടെ രാഷ്ട്രീയ നീക്കത്തെ ഇനി ഒരു രീതിയിലും അങ്ങോട്ട് ചെന്ന് ക്ഷണിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. കോൺഗ്രസ് അതേസമയം ഗ്വാളിയർ അടക്കമുള്ള മേഖലയിൽ തിരിച്ചു വരവിനുള്ള സാധ്യതയാണ് അവിടെ കൽപ്പിക്കുന്നത്. BJPയെ അട്ടിമറിക്കാൻ കഴിയും. കുറഞ്ഞത് 7-8 സീറ്റുകളെങ്കിലും മധ്യപ്രദേശിൽ നിന്ന് നേടിയെടുത്താൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളത് കനകൂലു തന്നെ കൊടുത്ത നിർദ്ദേശമാണ്. അത് എത്രത്തോളം അവിടെ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.